ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായി. മാവ് കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോയത്. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മാവ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായി. പിന്നെ അതൊക്കെ ആക്കിയിട്ട് പിന്നെ അത് പരത്തി പൂരിയൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് പൂരിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട, കുറച്ച് ചിക്കൻ കറിയുടെ ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലുണ്ടായി. അപ്പോൾ അതെടുത്ത് ചൂടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് നോക്കുമ്പോൾ നല്ല ഒരു തെളിച്ചമൊക്കെ കാണുന്നുണ്ട് മുറ്റത്ത്. എന്നാൽ വേഗം പോയി മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മുറ്റത്തൊക്കെ നന്നായിട്ട് കാടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പുല്ലൊക്കെ മുളയ്ക്കും. മുളച്ച് വരുമ്പോൾ തന്നെ അത് വേഗം നമ്മുടെ നിൽക്കുന്ന ചെടികളാണെങ്കിലും പെട്ടെന്ന് കാടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇനി കുറേ വെട്ടി ഒതുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ വെയിൽ കായാനായിട്ട്, വെയിൽ വന്നാൽ അപ്പോൾ പോയി വെയിൽ കായട്ടോ. എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ ചെയ്യണ പണിയാണ് ഈ ബ്യൂട്ടിക്ക് വെയിൽ കായൽ. അപ്പോൾ അവളവിടെ ഇരുന്ന് വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവളിപ്പോൾ ഇങ്ങനെ വെയിൽ കായാനായിട്ടിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും വേറെ കുറേ പൂച്ചകൾ വരും കേട്ടോ. കുറേ കണ്ടന്മാരാണ്. ഇവൾ മാത്രമാണ് ഇവിടെ ഒരു ലേഡി ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കണ്ടന്മാരാണ്. അപ്പോൾ ഇവളിങ്ങനെ ഇരിക്കണം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ കയറിപ്പോയി കഴിയുമ്പോൾ അവരെല്ലാവരും വന്ന് ചുറ്റോട് ചുറ്റും അവരും ഉണ്ടാവും കേട്ടോ. ഈ മുറ്റം നിറയെ പൂച്ചയായിരിക്കും. അപ്പോൾ അവൾക്ക് എന്നെ പേടിയില്ലാത്തതുകൊണ്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. മറ്റവരൊക്കെ ഈ കാടിൻ്റെ അപ്പുറത്തേക്ക് ആയിട്ടുണ്ട്. അവർ എന്നെ കണ്ടിട്ട് പതുങ്ങിയിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇതിൽ കൂടെ കുറേ പട്ടികളുടെ ശല്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ ഗേറ്റ് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെങ്കിൽ പട്ടി കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഒരു വലിയ പട്ടി. ഇപ്പോൾ ഗേറ്റ് അടിച്ചിട്ടേക്കുമ്പോൾ അവരങ്ങ് നേരെ പൊക്കോളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറിയൊക്കെ വരുന്നുണ്ട്. പേടിയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ പോണ റോഡാണ് സ്കൂളിലേക്കൊക്കെ. ഇപ്പം നന്നായിട്ട് തന്നെ പട്ടിശല്യം കാണുന്നുണ്ട്. പിന്നെ ഞാനതൊക്കെ അടിച്ച് അവിടെ ഇവിടെയൊക്കെ കൂട്ടിയതൊക്കെ വരാനായിട്ട് കൊട്ടയും അടിച്ചുവാരിയൊക്കെ ആയിട്ട് വന്നതാട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ പുല്ലും പറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പുല്ലുണ്ട്. അപ്പോൾ ഈ പുല്ലാണെങ്കിൽ ഈ മെറ്റലിൽ നിൽക്കണോണ്ട് നല്ല വേനൽക്കാലത്താണെങ്കിൽ നമുക്കിത് പറിക്കാൻ കിട്ടില്ല കേട്ടോ. ഭയങ്കര വേര് ആഴത്തിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇടയ്ക്ക് മഴയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ പുല്ലിങ്ങനെ പൊക്കിയെടുക്കാം. നല്ല രസമാണ് അതങ്ങനെ പൊങ്ങി എടുക്കാനായിട്ട്. എന്നിട്ട് ആ മണ്ണ് മുട്ടിക്കളഞ്ഞാൽ മതി. കുറച്ച് വലുതാവണം, നമുക്കൊന്ന് പിടിക്കാൻ കിട്ടണ പരുവത്തിനാണ് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. അതല്ല ചെറുതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി പോവും. അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് ബാക്കി. ഇനി വൈകുന്നേരവും സമയം പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ മുറ്റടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആൾ നല്ല വെയിൽ കായലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൂക്കളെ കണ്ടപ്പോൾ അതും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് ശ്രീലങ്കൻ മുല്ലയാട്ടത്. ഈ മുല്ലയ്ക്ക് മണമൊന്നുമില്ല, പക്ഷേ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നു, ഒന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും അടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാട്ടോ. വീടിൻ്റെ അകമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് അകത്ത് അടിച്ചു വരാനായിട്ടൊരു നീളമുള്ള ഈർക്കിളി ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ സാധാരണ ചൂലുണ്ട്, നമുക്ക് പുൽച്ചൂലൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഈ ഈർക്കിളി ചൂല് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ മാറാലയൊക്കെ കണ്ടാൽ അതും തട്ടാൻ എളുപ്പമുണ്ട്. അത് രണ്ട് കാര്യവും നടക്കും, മുകളിലും താഴെയും നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അകമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രം കഴുകാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അലക്കാനുള്ള തുണികളുണ്ടായി, അതൊക്കെ അലക്കാനൊക്കെ ആയിട്ട് മെഷീനിലിട്ടിട്ടുണ്ട്. കല്ലേൽ അലക്കാനുള്ളതുണ്ട്, അത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കല്ലേൽ അലക്കിയിടാമെന്ന് വിചാരിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ജോലികളാണല്ലോ, ഒന്ന് തീരുമ്പോൾ ഒന്നായിട്ട് അങ്ങനെ മാലമാലയായിട്ട് ജോലിയാണ്. ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാറില്ല കേട്ടോ. നമ്മൾ ഈ കുക്കിംഗ് വേഗം തീർത്തിട്ട് അങ്ങനത്തെ വീഡിയോ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇങ്ങനെ ബാക്കിയത്തെ ജോലികളൊന്നും ചെയ്യണ വീഡിയോ ഞാൻ പൊതുവെ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് വെറുതെ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഇന്ന് മത്തങ്ങയാണ്. അപ്പോൾ ഒരു മത്തങ്ങ ഇരിക്കേണ്ടെന്ന് അത് വെച്ചിട്ടൊരു കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ പാത്രം കഴിയുമ്പോൾ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞായിരുന്നു. ഒരു പാത്രത്തിൻ്റെ അരം കൊണ്ടതാട്ടോ, വക്ക് കൊണ്ടതാണ്. പിന്നെ മത്തനൊക്കെ ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, വേറെ ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും മാത്രം മതി. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ ഉള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തു കേട്ടോ, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എരിവിന് പച്ചമുളകും എടുക്കുമ്പോഴും അതും കുറച്ച് സ്പൈസി ആയിട്ട് ഇരുന്നോട്ടെ, കുറച്ചധികം തന്നെ പച്ചമുളകും എടുക്കണം. അപ്പോൾ ആ എരിവൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേപ്പിലയും അത്രയും മതി. അപ്പോൾ കടുകും പൊട്ടിച്ച് ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേപ്പിലയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം.
പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഒരു കുറഞ്ഞ തീയിലിട്ട് ഇങ്ങനെ വേവിക്കുക. അപ്പോൾ മത്തൻ ഇങ്ങനെ വെന്ത് വരുന്നതനുസരിച്ച് വെള്ളം വരും. അപ്പോൾ അതനുസരിച്ച് അത് ഉടഞ്ഞു വരും കേട്ടോ. മത്തൻ പെട്ടെന്ന് ഉടയും. പിന്നെ ചില നല്ല മൂത്ത് പോയ മത്തൻ ആണെങ്കിൽ, ഇതിപ്പോൾ ഇളം മത്തൻ തന്നെയാണ്, അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നത്. നമ്മൾ കഴുകി വാരിയ ആ വെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ മൂത്ത് പോയ മത്തനാണെങ്കിൽ ഒന്ന് വേവിച്ചിട്ടിടാം കേട്ടോ. ഇപ്പോൾ കുക്കറിലൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണത് ശരിക്കും വെന്ത് ഉടഞ്ഞ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ തിള വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി ഉടച്ചു കൊടുത്താൽ നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടും. നല്ല സൂപ്പർ കറി ആട്ടോ ഈ മത്തൻ. ഇങ്ങനെ തന്നെ ഈ കറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല മഴക്കാലത്ത് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഈ മത്തൻ കറിയും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉടച്ച് കറിയാണ്, ഒരു താളിപ്പാണിത്. ഇത് തന്നെ നമുക്ക് തോരനാക്കിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ പരിപ്പിട്ടിട്ട് ഉടച്ച് വയ്ക്കാം, പിന്നെ തേങ്ങ അരച്ച് വയ്ക്കാം. മത്തൻ പല തരത്തിൽ വയ്ക്കാം കേട്ടോ. ഞാൻ തേങ്ങ അരച്ചൊക്കെ മത്തൻ കറി ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പരിപ്പ് വെച്ചിട്ടുള്ള മത്തൻ കറി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പയറൊക്കെ ഇട്ടിട്ട് എരിശ്ശേരി ഉണ്ടാക്കും. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ ഇത് സിമ്പിളാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എന്തായാലും എൻ്റെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേഗം ആക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് പോയത്. സത്യം പറയാമല്ലോ, ഇത് ക്ലീൻ ആക്കി വന്നപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞു കേട്ടോ. അമ്മാതിരിയായിരുന്നു. കുഞ്ഞൻ മത്തി, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഇത് ഞാൻ ക്ലീൻ ആക്കി എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.